ഇതെന്താ അയർലൻഡിലും പൊന്നാട് അല്ല അതൊരു മലയാള തനിമ ഇരിക്കട്ടെന്ന് വിചാരിച്ചില്ല അല്ലേട്ടാ. ഐറിഷ് സോങ് കലക്കി കലക്കി എന്ന് പറഞ്ഞ അമേസിംഗ്, വെറും അമേസിംഗ്. ഐറിഷുകാർ പോലും ഇങ്ങനെ പാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. വല്ലാത്ത അമേസിംഗ് ആയിപ്പോയി. ലാലേട്ടാ ഈ സിനിമയിലൊക്കെ ഒന്ന് പാടാൻ ലാലേട്ടൻ ട്രൈ ചെയ്തൂടെ? അല്ല അതേ സ്റ്റേജിലൊക്കെ ഒന്ന് പാടി തലയിട്ട് കുറെ സിനിമയിലൊക്കെ പാടിച്ചു. ഞാൻ കണ്ടിട്ടില്ല. സോറി അച്ഛൻ അങ്ങനെ സിനിമയൊന്നും കാണാത്ത ഒരാളാണ്. അല്ല നിങ്ങളൊക്കെ ആരാണെന്ന് പരിചയപ്പെടുത്തുക. എന്റെ ജിമ്മി, നമ്മൾ ആരാണെന്ന് പോലും അറിയാതെ എന്തോരം സ്നേഹത്തോടെ സംസാരിച്ചു ലാലേട്ടാ. യു ആർ അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ വെറും അമേസിംഗ്. എന്താ വേണ്ട? അല്ല അച്ഛാ, പ്രോഗ്രാം എന്റെ പേര് അച്ചായൻ, അച്ചാറച്ചായൻ എന്നാണ് എല്ലാരും വിളിക്കുന്നത്. അച്ചാമാസ് അച്ചാറിന്റെ MD ആണ്. അച്ചാമ്മ എന്റെ ഭാര്യയാണ്. ഞങ്ങൾ ഇതിന്റെ ഒരു ചെറിയ സ്പോൺസർ ആണ്. അല്ല മറ്റേ പാട്ട് പാടുന്ന പയ്യനൊന്നും പറഞ്ഞില്ലായിരുന്നു? ഇത് ആ സ്റ്റേജ് വലിഞ്ഞു കയറിയ 3 മഹാന്മാരെ കുറിച്ച്. മൂന്നാമത്തെ ആളവിടെ മഹാൻ പറയുന്ന തെറിയൊന്നും എന്താ വേണ്ട? ഞാൻ പറയാം അങ്ങക്ക് അച്ചായന് ഇത് ചെറിയ സ്പോൺസർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അച്ചായന്റെ സ്റ്റേജിന്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ പബ്ബും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ അച്ചായന്റെ വലിയൊരു സ്വപ്നമാണ് ലാലേട്ടനുമായിട്ട് ചേർന്നിട്ടൊരു അച്ചായന്റെ അച്ചാർ കമ്പനിയെ ചേർന്നൊരു കൊളാബറേഷൻ. അല്ല അച്ഛാ, വേറൊന്നുമല്ല, സത്യം പറയാലോ. ഭാര്യയുടെ പേരിൽ ഒരു അച്ചാർ തുടങ്ങി. അയർലൻഡിൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പുറകിൽ എനിക്കൊരു പബ്ബുണ്ട്, വെറുതെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും വേണ്ട. അപ്പൊ ലാലേട്ടന് ഒരു പരസ്യത്തിനൊന്ന് നിന്ന് തരാമെങ്കിൽ ഞങ്ങൾ അതേ പിടിച്ചങ്ങ് കേറും. അത്ര അല്ല, ഒരു ഫോട്ടോ, ഒരു ചെറിയ ഫോട്ടോ. ഒന്നുമില്ല, നമ്മുടെ അച്ചാമസ് അച്ചാറിന്റെ ഡെപ്പിങ് തുറക്കുന്നു. അതൊന്ന് തുറന്നുതാ, ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. അച്ചാമസ് അച്ചാർ ഡെപ്പി തുറക്കുന്നു, ഒന്ന് തൊടുന്നു, ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയി ഞങ്ങൾ ഈ പ്രോഗ്രാം. അല്ല, അത് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യാം. ആന്റണിയായിട്ട് ബാബു ആന്റണിയാ? ബാബു ആന്റണി പിന്നെ പെരുമ്പാവിന്റെ ആർക്കറിഞ്ഞൂടെ? നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരനല്ലേ? നീ ഒന്ന് പോയാ ഞാൻ ലാലേട്ടനോടൊന്ന് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാം. അല്ല, സീക്രട്ട് ആണ്, ഇപ്പൊ കേൾക്കാൻ പാടില്ല. അതുകൊണ്ടാ. അല്ല, അത് വേറൊന്നുമല്ല. ഞാൻ വേറെ ആരോടും പറയല്ല, സത്യമായിട്ടും പറയില്ല. ഞാൻ കാര്യം ചോദിച്ചാൽ സത്യം പറയണം. ചോദിക്കും. വരുണിന്റെ ബോഡി ആരുടെ ബോഡി? വരുണിന്റെ ബോഡി ഏത് വരും അറിയാൻ അത് ആരോട് പറഞ്ഞാലും തന്നോട് ഞാൻ പറയാം. ഇത് കഴിഞ്ഞ 13 വർഷമായിട്ട് കേരളത്തിൽ അന്വേഷണം നടക്കാത്തതാണ്. ഇയാൾ പോയി വണ്ടി വിട്. ഇയാളെ ഒന്ന് വിളിച്ചോണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു മലയാളം തനിമയുള്ള പാട്ട്. ശരി ഇതും കൂടെ എടുത്തോ. അച്ചാമിക്ക് കൊടുക്കണ്ട. അപ്പൊ മലയാളം തനിമയുള്ള പാട്ട്.